അതിനായി 1/2 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ബൗളിൽ വെച്ചിരിക്കുന്നു. ഇത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചീനിച്ചട്ടിയിലിട്ട് ചെറുതായി ചൂടാക്കി ഈ ബീഫിൽ തിരുമ്മി വയ്ക്കണം. കറിക്ക് ഉപയോഗിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു 10 ചെറിയ ഉള്ളി, ഒരു വലിയ ടൊമാറ്റോ, ചെറുതായി കൊത്തിയരിഞ്ഞ തേങ്ങ, ഒരു 1 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. മസാലക്കൂട്ടിനായി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5-6 കുരുമുളക്, ഒരു ചെറിയ കറുവാപ്പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുക്കുക. പാൻ ചൂടാക്കിയതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കുറച്ച് നേരം ചൂടാക്കി, ഒരു 5 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ചൂടാക്കി അത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബീഫിൽ തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കുക. 1/2 മണിക്കൂറോളം ഇതിരിക്കും. പാകത്തിന് ഉപ്പും ചേർത്ത് ഈ മസാലകൾ ഈ ബീഫിൽ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇടുക. അതിനുശേഷം ഈ ചെറുള്ളി, പിന്നീട് ഇഞ്ചി ഇടുക, കറിവേപ്പില ഇടുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ വഴന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ബീഫ് ഇടുന്നു. ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. നന്നായി ഇളക്കി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരം വേവിക്കുക. ബീഫ് വെന്ത് പറ്റിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി പാനിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് അല്പം കടുകിട്ടു. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അല്പം അതിലിടുന്നു. പൊടിച്ച മസാലയുടെ പുറകെ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത ബീഫ് അതിലേക്ക് ഇടും. ബീഫ് ഡ്രൈ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഉലർത്തുക. ബീഫ് ഒലത്തൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒലത്തൻ തന്നെ അല്പം കൂടെ ഡ്രൈ ആക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.